ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ. ആത്മാവിലത് സ്വീകരിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവന്റെ തിരുഭോജിവേ ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജിവേ. കൈകൾ വീശി ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജിവേ. എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹമേ ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദേവപിതാവേ നന്ദി, ദേവപിതാവേ ആരാധന. ജീവന്റെ തിരുഭോജിവേ ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജിവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഉടമ്പടിയിൽ പ്രയോഗിക്കുന്നത് അനുഭവ ദൈവശാസ്ത്രമാണ്. ദൈവശാസ്ത്രത്തിൻ്റെ അനുഭവബന്ധിയായിട്ടുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ബൈബിൾ ശാസ്ത്രങ്ങൾ ഉപയോഗിക്കണം. അതിലേറ്റവും സമ്പൂർണമായ അനുഭവ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നത്, അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടത് അടങ്ങിയിരിക്കുന്നത് ഉടമ്പടി പ്രതീകങ്ങളിലാണ്. ഉടമ്പടിയിൽ ഒത്തിരിയേറെ പ്രതീകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി അൾത്താറിലേക്ക് വരുമ്പോൾ 2 പ്രതീകങ്ങളെ കാണാം. ഒന്ന് മിനോറ വിളക്കും, രണ്ടാമത്തത് വാഗ്ദാന പേടകവും. വാഗ്ദാന പേടകത്തിൻ്റെ മധ്യത്തിലൂടെ ആ 2 കെറൂബുകൾ, മാലാഖമാരുടെ നടുക്കുള്ള സ്ഥലമാണ് ബൈബിളിലെ കൃപാസനശൂന്യമായ സ്ഥലം. അത് ദൈവത്തിൻ്റെ സ്ഥാനമെന്ന രീതിയിൽ കൃപയുടെ ആസന ഇരിപ്പിടം കൃപാസനം എന്ന് പറയും. എന്നിട്ട്
പുറപ്പാടിൻ്റെ പുസ്തകം 25 ഞാൻ കൃപാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സന്ദേശം നൽകും. ഇത് 89 ലഭിച്ച പ്രതീകങ്ങളാണ്. 89 അതിനുശേഷം ദൈവം ആ പ്രതീകങ്ങളുടെ കൂടെ പിന്നീട് ഉടമ്പടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഒരു പൂർണ്ണരൂപമാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി നല്ല സ്കീമാണ്. പക്ഷേ മനുഷ്യരുടെ സ്വഭാവമായിട്ട് ഉടമ്പടി യോജിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനുഷ്യരുടെ സ്വഭാവം അറിയാമല്ലോ, എല്ലാ ചിട്ടിയും കയറി എടുക്കും, എന്നിട്ട് 2 ഗഡുക്കൾ അടക്കും, എന്നിട്ട് ആ കാശം കൊണ്ട് തലയാൾ പോവും. അതാണല്ലോ മനുഷ്യരുടെ സ്വഭാവം. എല്ലാ ചിട്ടിയും കയറി പിടിക്കും. ആരെല്ലാം ചിട്ടി തുടങ്ങിയാലും ഒരു ആദ്യത്തെ ഗഡുക്കൾ കൊടുത്ത് ആ കാശും കിട്ടത്തില്ല, ചിട്ടി നമ്മൾ മുഴുവനാക്കുകയില്ല. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. എപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഓഫീസർ എന്നെ വിളിച്ച്, എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്, അച്ഛനെ അവർക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഓഫീസർ എന്നെ കുറച്ച് സഹായിച്ചിട്ടുള്ളതാണ്. ഞാൻ സാറേ, സാംസ്കാരികം വേറെ ആധ്യാത്മികം വേറെ. ഇവിടെ വരുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇവിടെയില്ല. ഇവിടെ വരുമ്പോൾ ഉടമ്പടി കൈപൊള്ളണ പരിപാടിയാണ് എന്നവർ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്നിട്ട് ദൈവം ചിന്തിക്കണത് നിങ്ങൾ ഇതിൽ സീരിയസ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്. കുറേ സീറോ അവേഴ്സ് ഉണ്ടാവും. സീറോ അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെസ്പോണ്ടിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഭയങ്കര ഇപ്പം തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് വരുന്ന കാര്യമാണ് ആയിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളുടെ ഈ പരവേശം കാണുമ്പോൾ തന്നെ ഒന്ന് ചവിട്ടിപ്പിടിക്കും. പക്ഷേ അവ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചവിട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഈ ചുമ്മാ എടുത്ത് പരീക്ഷിക്കാൻ വന്ന ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാർ അപ്പം തന്നെ വണ്ടി വിട്ട് പോയിക്കൊള്ളൂ. ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്, ഞാനും ഉദ്ദേശിക്കുന്നത് അത് തന്നെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം അറിയണമല്ലോ. ഞാനിങ്ങനെ എത്രയോ 4 വയസ്സ് മുതൽ കർത്താവിനെ കൂടെ നടക്കുന്നതാണ്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ബൈബിളിൽ നിന്നും അറിയാൻ പറ്റും, ആയിരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവത്തെ അറിയുക തന്നെയാണ്. അല്ല, നിങ്ങൾക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഒരു ഈവൻസ് ഉണ്ടായി, അതിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് ദൈവത്തെ അറിയാമെന്ന് പറയുന്നത് നടക്കത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ബൈബിള് വായിക്കണം, ബൈബിള് വ്യാഖ്യാനിച്ച് കേൾക്കണമെന്നൊക്കെ പറയണത്. ബൈബിള് വ്യാഖ്യാനിച്ച് കേൾക്കണത് എന്തിനാണ്? ബൈബിളിലൂടെയാണ് ദൈവം ചരിത്രത്തിലൂടെ ഇടപെട്ടിരിക്കുന്നത്. ദൈവം ഓരോ കാലത്ത് ചരിത്രത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട് ഓരോ വിഷയങ്ങൾക്കും. അങ്ങനെ ഇടപെട്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെട്ടുന്ന രീതികൾ, ദൈവത്തിൻ്റെ പെരുമാറ്റ രീതികൾ, അപ്പോൾ നമുക്ക് ഏറെക്കുറെ നമുക്ക് ഇന്ന വിഷയത്തിൽ ഇന്ന ഉത്തരവായിരിക്കും ദൈവത്തിൻ്റെ ഭാഗത്ത് വരണം നമുക്കറിയാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ ഞാൻ തലക്കൈ വെച്ചിരിക്കുമ്പോൾ ചില ആൾക്കാരോട് അപ്പം തന്നെ മെസ്സേജ് പറഞ്ഞു വിടത്തില്ലേ? ഒക്കെയാണ്. ചിലരോട് പറയും സാക്ഷ്യം പറയാൻ വരണം, ചിലർക്ക് ഡേറ്റ് പറഞ്ഞു കൊടുക്കും, ചിലരോട് ഒന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം എനിക്ക് മെസ്സേജ് കിട്ടാത്തത് കൊണ്ടാണ്. അതേസമയം തന്നെ അപ്പോഴെന്താ വെച്ചാൽ അതുകൊണ്ട് നിങ്ങളുടെ കേസ് നോട്ട് ഓക്കെ ആയിട്ടല്ല, ശരിക്കും നിങ്ങളുടെ നിന്ന് കർത്താവ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ വിടുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ല ആൾക്കാർ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊന്നും മിണ്ടാതെ വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ദൈവം തൃപ്തനാണ്, പ്രത്യേകിച്ച് മെസ്സേജൊന്നുമില്ല, ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയും. തന്നെ കഴിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാതെ പോണത്. ചിലരോട് പറയും നിനക്ക് ഇപ്പോൾ ഞാൻ ഇൻസെൻറ്റീവ് തന്നില്ലെങ്കിൽ നീ ഇതിനാലെ ഉടമ്പടി ഉഴപ്പിപ്പോവും. പക്ഷേ നിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഫയൽ കുഴപ്പമില്ലാത്തതാണ്. നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യം ദൈവം ആദ്യമേ തന്നെ ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. എന്താ പ്രൊവിഷൻ? ഉടമ്പടിയുടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണേ. എന്നുവെച്ചാൽ നമുക്ക് 0 മെറിറ്റ്സിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊരു ക്രെഡിറ്റുമില്ല.
എന്നുവെച്ചാൽ നമുക്കൊരു കഴിവില്ല ദൈവതിരുസന്നിധിയിൽ നമുക്കൊരു ക്ലെയിം പറയാൻ വേണ്ടി, ഒരു അവകാശം പറയാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കുറച്ച് പാപങ്ങളല്ലെന്നും അല്ലാതെ ഒന്നുമില്ല. പക്ഷെ പാപങ്ങൾ ആണ് ഉള്ളെങ്കിലും അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പാപങ്ങൾ ഒരു ക്ലെയിമായിട്ട് വരുന്നുണ്ട്. ബുദ്ധി വേണം. നിങ്ങൾക്ക് പാപം വേറെ ഒന്നും ക്ലെയിമില്ല, പാപങ്ങളെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അതൊരു ക്ലെയിമായിട്ട് അവകാശമായിട്ട് വരും. എന്താ കാര്യം? ബുദ്ധി ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ പറ്റും. ബുദ്ധി ഇല്ലാത്തവരൊരിക്കലും പശ്ചാത്തപിക്കത്തില്ല. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അടി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ബുദ്ധിയുള്ളവർ മനസ്സിലാകും ദൈവത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്, നമ്മുടേതായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, ഉള്ളത് ഈ പാപങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തിട്ട് അവനോട് പറയും, നീ ഈ പാപം വെച്ചുകൊണ്ട് നിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയും. നിൻ്റെ ഈ പാപ കൂമ്പാരം വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇതിൽ പശ്ചാത്താപത്തിൻ്റെ പാപത്തിൻ്റെ പ്രൊവിഷനുണ്ടെന്ന് പറയും. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞുതരാം. അപ്പോൾ പശ്ചാത്താപം എന്ന് പറയും ഇപ്പം ഈ പാപത്തെക്കുറിച്ചൊന്നും മോങ്ങിക്കളിക്കണമല്ലേ. അത്ര മോങ്ങൽ കുറേ കണ്ടിട്ടുള്ളതാണ് ദൈവം. അതൊന്നും വിലപ്പോകത്തില്ല. മോങ്ങലെന്ന് പറയുമ്പോൾ ഒരു 1.5 മോങ്ങലായിരിക്കണം. എന്താ കാര്യം? ഈ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്യണമെന്ന് പറയണം. ഈ പാപത്തിൻ്റെ ചാപ്റ്റർ ഞാൻ നിന്നെ അറിഞ്ഞ് നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാനിത് ക്ലോസ് ചെയ്യണമെന്ന് പറയണം. അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് നിന്നെ ബ്ലെസ് ചെയ്യും. കാര്യം എന്ന് കഴിഞ്ഞാൽ നീ പാപത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതാണ് വിഷയം. അല്ല നാളെ സംഭവിക്കാൻ പോണതല്ല. നാളെ സംഭവിക്കാൻ പോണത് ഇന്നെന്ന പോലെ ദൈവത്തിന് അറിയാം. അപ്പം നീ പാപം വെച്ചാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിക്ഷേപം ഇറക്കണമെന്ന് വിചാരിച്ചോ? അതിൽ നീ എന്താ പറയാനുള്ളത്? കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? മേലിൽ പാപം ചെയ്യരുത്. അതാണ് പശ്ചാത്താപം എന്നാണ്. വെറുതെ അല്ല, വെറുതെ മോങ്ങിക്കണിക്കണമല്ല. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മേലിൽ പാപം ചെയ്യരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 5:14. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആരോടാ ഇത് പറയണത്? ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോടാ പറയണത്? 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ 5-ാം അധ്യായം. 38 വർഷമായിട്ട് ബെത്സേദ കടവിലെ രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ, അവൻ 0 മെരിറ്റിൽ കിടക്കുന്ന ആളാ. ആ ഭാഗം ഒന്ന് വായിച്ച്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ. എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്നു നീ. എന്റെ സ്നേഹിതനാകുന്നു ദൈവമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്നു ദൈവമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ ശ്രീയേ, ഓ ദിവ്യകാരുണ്യമേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും
അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതായത് വളരെയേറെ ചിന്തനീയമായ, ഇപ്പം നമുക്കിപ്പോൾ ഈശോ, ഞാനിത് പഠിച്ചു വന്നതല്ല, നോക്കി വന്നതല്ല, എപ്പോഴും ശുശ്രൂഷയുടെ സമയത്ത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗത്തു നിന്ന് ആദ്യം കിട്ടിയത് എന്താണ്? ഈ മനുഷ്യനോടാണ് പറയണത്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ തളർവാദ രോഗി സുഖപ്പെട്ടു. പക്ഷെ സുഖപ്പെട്ട ആളോട് എന്താ പറഞ്ഞിരിക്കണത്? മേലിൽ പാപം ചെയ്യരുത്. അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാകും? 38 വർഷമായിട്ട് ഇവൻ തളർന്നു കിടന്നതിൻ്റെ കാരണം പാപമായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ സൂചന? അതല്ലേ പിടിയില്ലേ? ഈ വാദം പിടിച്ച് കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഗതി പിടിക്കാതെ ഇങ്ങനെ കിടന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, പാപാവസ്ഥയാണ് ഈ ജീവിതത്തിലുള്ളത്. ചിലപ്പോൾ നിലപാടാകാം, ചിലപ്പോൾ അയാളുടെ തൻപോരിമ മനോഭാവമാകാം. ആരും എനിക്ക് ആവശ്യമില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്ക് ആസ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുന്ന ആൾക്കാരില്ലേ, മസിൽ പിടിക്കണ. അങ്ങനെ ഒരു മസിൽ പിടിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇയാൾ. ദൈവത്തിന് ആവശ്യമില്ല എന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ല. അതുപോലെ എന്തൊരു കക്ഷിയാണ് ഇയാൾ. അപ്പം അതുകൊണ്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വന്നപ്പോൾ ഇയാളുടെ കുറേ പാപങ്ങളും കുറേ തളർച്ചയുമൊക്കെ ആയിട്ട് അങ്ങനെ കിടപ്പാണ്. പക്ഷേ ഇയാൾക്കൊരു കാര്യമുണ്ട്, ഇയാൾ ഈ ഹുങ്കെല്ലാം മാറി പുള്ളി പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നൊക്കെയാണ് ചിന്തിച്ചത്. നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ് ഇയാൾ. പണ്ടിങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഇയാളിങ്ങനെ ഈ രൂപത്തിൽ പരുവപ്പെട്ടത്. ഇയാൾ പണ്ടിങ്ങനെയല്ല, ഇയാൾക്ക് പലരും ഉണ്ട്, ഇയാളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, വസ്തുവുണ്ട്, സ്വർണ്ണമുണ്ട്, ആസ്തിയുണ്ട്, അതുപോലെ പാർട്ടിയുണ്ട്, പിന്നെ പോലീസിലൊക്കെ നിലപാടുണ്ട്, പിടിപാടുണ്ട്, ഗവൺമെൻറ്റിൽ പിടിപാടുണ്ടോയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് ഇയാൾ. പക്ഷേ ഇയാൾക്ക് ഇപ്പോഴെന്താ പറ്റിയിരിക്കണത്? ഇപ്പം കരിയുമ്പോൾ വരകാൻ, ചില പറയാം എന്താണോ കരിയുമ്പോൾ വരകാൻ, പഴഞ്ചൊല്ലൊക്കെ മറന്നുപോയാ ആൾക്കാരൊക്കെ പറയും, നാട്ടുകാരെ, അതെ, കരിയുമ്പോൾ വരകാൻ കയ്യിൽ മാത്രമേ ഉണ്ടാകും. നീ കേട്ടിട്ടില്ലല്ലേ? കയ്യിൽ കണ്ടിട്ടുണ്ടോ? ഭാഗ്യം. അപ്പോൾ എന്താ പ്രശ്നം? ഞാൻ കരിയുമ്പോൾ വരകാൻ ശരിക്കും ഞാൻ കയ്യിലും കാണത്തില്ല. ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതാദ്യമേ അംഗീകരിച്ച പ്രശ്നമില്ല പക്ഷേ ഇയാൾ ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് നിലപാടിൻ്റെ കണ്ട. അപ്പോൾ എന്താ പറയുന്നത്? വെള്ളം ഇളകുമ്പോൾ, അതായത് ബെത്സൈദ കുളമാണ്. എല്ലാ കാലങ്ങളിലും ഈ കുളത്തിൽ റാഫേൽ മാലാഖ ഇറങ്ങി വെള്ളം കിളക്കണ ഒരു ദിവസമുണ്ട്. അന്ന് ആദ്യം ചാടി വീഴുന്നവനും അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന് ആരെങ്കിലും ആദ്യം ആ വെള്ളത്തിൽ ഇറക്കുമ്പോൾ അവർ സുഖപ്പെടും. അപ്പം അതാണ് അനുഭവം ജനങ്ങളിൽ. അതുകൊണ്ട് ഈ കുളക്കരെ വന്ന് കിടക്കുകയാണ്. എപ്പോഴെങ്കിലും ആയിട്ട് ദൈവത്തിൻ്റെ ദൂതം വന്ന് വെള്ളം ഇളക്കുമ്പോൾ, പക്ഷേ വെള്ളം ഇളക്കുമ്പോൾ ഇയാളെ പിടിച്ച്, തളർവാദമല്ലേ, വേറെ വല്ല മുടന്തും കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയല്ല, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുമല്ല, ഇയാൾക്ക് തളർവാദമാണ്. അപ്പോൾ തളർവാദം പിടിച്ച ആൾക്കാർ വെള്ളം ഇളകിയാലും ആ വെള്ളത്തിലേക്ക് ഇറക്കണം. നമ്മുടെ രീതിയിലുള്ള കുളമല്ലത്. കാര്യം ഞാനീ ബെത്സൈദ കുളത്തിൽ പോയതാണ്, കണ്ടതാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഈ കൃപാസനത്തിൻ്റെ ഇത്രയും തന്നെ വീതി നീളമുണ്ട്. നിങ്ങൾ ഇത്രയും ഇരിക്കുന്ന വീതി നീളമുണ്ട്, ചതുരമുണ്ട്. ഒരു 8 അടിയോളം ചെങ്കല്ല് അറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ വെള്ളമില്ല. അത് ജെറുസലേമൊക്കെ ആയിട്ടും ജോർദാൻ നദിയൊക്കെ ആയിട്ടും അടിയിൽ ടണലിലൂടെ പണ്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, ഇപ്പോൾ ഉണങ്ങിക്കിടക്കുകയാണ്.
പക്ഷേ ഈ കുളത്തിലേക്കാണ് ഈ മനുഷ്യനെ ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പടി ആരെങ്കിലും ഒരാൾ വേണം. നമുക്കാണെങ്കിൽ നമ്മുടെ കുളങ്ങളൊക്കെ ഇങ്ങനെയല്ലേ കിടക്കും, ചരിഞ്ഞ് കിടക്കാൻ വേണ്ടി തീട്ടി വരാം. തീട്ടികളൊന്നും വരത്തില്ല ഇവിടെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മുഞ്ഞും താഴെ വീഴും. ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളെ പണ്ട് ആരോ ഉണ്ടായിരുന്നു, ഇപ്പോഴ് ഈ വെള്ളം ഇളകും, ഇളകും, ഇപ്പോഴ് കുളത്തിൽ ഇറക്കാൻ പറ്റും, സുഖപ്പെടും. അങ്ങനെ പല പ്രാവശ്യം ട്രൈ കഴിഞ്ഞതാണ്. അവസാനം അവരും അടുത്തിട്ടിട്ടും പോയി, വൈഫ് പോയി. ബൈബിളിൽ ആദ്യം ഡൈവേഴ്സായ ഒരു മനുഷ്യനെ, പ്രയാസങ്ങൾ വന്ന ഭർത്താവ് ഇട്ടും പോയ ആദ്യത്തെ ആളാണിത്. ഞാൻ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ ഭർത്താവ് ഇട്ടും പോണ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ വരും, ഇടയ്ക്ക് ആൾക്കാർ വരും. ഇപ്പം ഞാനിങ്ങനെ കുത്തി ചോദിക്കും, നിങ്ങളാണോ പോയത്, അയാളാണോ പോയതെന്നൊക്കെ ചോദിക്കും. എനിക്ക് തലയൊക്കെ വെക്കുമ്പോൾ സംശയം തോന്നും, ഇവർ ഭയങ്കര മോങ്ങി വല്ലാത്ത സെൻറ്റിമെൻ്റ് അടിച്ചായിരിക്കും എന്നോട് പറയണത്. പക്ഷേ തലയൊക്കെ വെക്കുമ്പോൾ എനിക്ക് കള്ളനും വെള്ളിയും പിടി കിട്ടും, ഇവരാണ് ഇൻഡാസെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളല്ലേ ആദ്യം പോയത്, എന്നിട്ട് ഇപ്പം എന്തിനാണ് ഒരുമിക്കണമെന്ന് പറഞ്ഞ് മോങ്ങണത്? ഇപ്പം ഇവർ കാര്യം വെച്ചാൽ അതായത് ഇവർ പണ്ട് ഇതുപോലെ ദാഠ്യം പിടിച്ച് പോയ ആളാണ്. പലരെയും കണ്ടാണ് പോയത്. അപ്പനും അമ്മയും ഉണ്ടായിരുന്നു പോണ കാലത്ത്. അപ്പോൾ നീ ഇങ്ങോട്ട് പോയി, അമ്മ ഉണ്ടല്ല, അമ്മയെ സംബന്ധിച്ചിടത്തോളം മരുമകളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊന്ന് അടവെക്കും. മരുമകൾ വലിയ വീട്ടിൽ ജിന്നാണെങ്കിൽ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി മകളെ പിടിച്ച് ഡൈവേഴ്സാക്കി വീട്ടിൽ നിർത്തും അമ്മമാർ. ചില അമ്മമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ വർത്തമാനം കേട്ടിടയ്ക്ക് ഇവർ ചാടി ഭർത്താവിനെ തേച്ചിട്ടും പോരണത്. പോന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തുപോകില്ല. ദൈവം ഏറ്റവും ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായ സാധനം മരണമാണ്. ഞാൻ വളരെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരം എന്ന് പറയണത്, അന്തിമ പരിഹാരം എന്താണ്? മരണമാണ്. മരണം ഒരു ക്രിസ്ത്യൻ, ഒരു കർത്താവിൽ, ഈശോയിൽ, ക്രിസ്ത്യൻ എന്നല്ല മതപരമായിട്ട് പറയുകയല്ല, ഈശോയിൽ വിശ്വസിക്കുന്ന എന്തുമാത്രം അക്രൈസ്തവരുണ്ട്. ഇപ്പോൾ ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ്, എല്ലാത്തിൻ്റെ ഒരു പരിഹാരമാണ്, എല്ലാത്തിൻ്റെ ഒരു റിട്ടാലിയേഷനാണ്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കണതും. നമ്മൾ ഈ ഒരാളെ വെച്ചാണ് ജീവിച്ചിരിക്കുന്നത്, ഒരാളിൻ്റെ വാക്കും പ്രതിയാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ഒരാളുടെ വാക്കും പ്രതിയാണ് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത്. ഇയാളിൻ്റെ വാക്കിനെ ഓർത്തിട്ടാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു എന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപ്പാടിന്റെ പുസ്തകം 22:12. ഇതാ ഞാൻ വേഗം വരുന്നു. എന്നിട്ട് പറഞ്ഞ, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പ്രക്ഷുബ്ധരാണ്. എന്താണ്? നമ്മളോട് അനീതി കാണിച്ചു, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. എന്നോട് അനീതി കാണിച്ചു എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ചിലക്ക് എന്നോട് പറയുന്നത്, അച്ഛാ ഞാൻ പള്ളിക്കറുത്തില്ല, എനിക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു, എനിക്ക് ജോലി തന്നില്ലെന്ന് പറയും, സഭയിൽ നിന്ന് ജോലി കിട്ടിയില്ലെന്ന് പറയും. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാര്യം. എല്ലാവരും ഒപ്പിച്ച് സഭയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ പോലും എല്ലാ മക്കളെയും ഒപ്പിച്ച് മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റണില്ലല്ലോ. പായ്ക്കണ്ട ഇല്ല. എല്ലാ മക്കളെയും ഒപ്പിച്ച് കുടുംബത്തിലുള്ള അപ്പനും അമ്മക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴായാലും എവിടെ നിന്നായാലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറേ കേസുകളുണ്ടാവും. പക്ഷേ ഇങ്ങോട്ട് കിട്ടാനുള്ള കേസിലാണ് ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഇതെന്താ കാര്യം? ഇവർക്കാണ് നമ്മൾ ദൈവം റിട്ടാലിയേറ്റ്, ദൈവത്തിൻ്റെ നീതി, ദൈവം നീതിമാനാണെന്ന് പറയുന്നത് എന്താ കാര്യം? അതായത് ബൈബിള് മനുഷ്യന്മാരെ എല്ലാം പഠിച്ചിട്ട്, അവൻ്റെ ഇഹവും പരവും പഠിച്ചിട്ട്, അവൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും പഠിച്ചിട്ട്, അവൻ്റെ പ്രകൃതി പഠിച്ചിട്ട്, അവൻ്റെ മനസ്സിൻ്റെ ഘടനയും പെരുമാറ്റശീലങ്ങളും അതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ബൈബിള് വിവേചനം നൽകിയിട്ട് നിർദ്ധാരണം നൽകുന്നത്. ചില കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് സെറ്റിൽമെൻ്റ് ഇല്ലെന്നാണ്. കറക്റ്റല്ലേ? ചില കാര്യങ്ങൾക്ക് സെറ്റിൽമെൻ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവറായിട്ട് വഴക്കിട്ടിട്ട് കാര്യമില്ല. വഴക്കിട്ട് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല.
നിങ്ങൾ ഓരോരോ കാര്യം നിങ്ങളിപ്പോൾ ഭർത്താവിനോട് പറയും, അല്ലെങ്കിൽ ഭാര്യയോട് പറയും, ഏട്ടോ മനുഷ്യ നിങ്ങൾ പഴയതൊക്കെ മറന്നു പോയല്ലേ, നിങ്ങൾ ഇന്ന അവസ്ഥ കിടന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നാട്ടുകാർ പറയുന്ന ആൾക്കാർ കേമന്മാരും ഇല്ലായിരുന്നു, അതൊക്കെ പറയും. ഒരു കാര്യമില്ല, മിണ്ടാതിരിക്കണം നല്ലത്. ഇത് കണ്ടുപിടിച്ചാൽ മതി. അവളുടെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? സമ്മാനത്തെക്കുറിച്ച് ബോധമുണ്ട്. ശ്രദ്ധിക്കടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ഈശോയുടെ അമ്മ ഈ വിഷയത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് പല വിഷയങ്ങൾക്കും ഈശോയുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അമ്മ എന്തു ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തെടുക്കത്തില്ല. എന്താ കാര്യം? ഇതിനെല്ലാം അപ്പായുടെ പേരിൽ അന്ന് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അതിന് തെരുവാർത്താനായിപ്പോയി. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അത് തന്നെയാണ് ഉടമ്പടി. അതിന്നാണ് ഉടമ്പടി വരണത്. അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറയണതും നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന്. അതുകൊണ്ടാണ് നമ്മളിതിന് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കണത്. എന്താണ്? അമ്മയുടെ നിലപാട്, വിഷയങ്ങളോട് ഒരു മരിയൻ നേച്ചറ്, മരിയൻ പെരുമാറ്റ ശൈലി, ഒരു ജീവിത സമീപനമായി സ്വീകരിക്കുന്നവരാണ് ഉടമ്പടി എടുക്കുന്നവർ. കുറേ വിഷയങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പല വിഷയങ്ങൾക്ക് ഉത്തരം ചിലതിന് കാത്തിരിക്കേണ്ടി വരും. നമ്മൾ കർത്താവ് കാത്തിരിക്കുക എന്ന വാക്ക് ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ചതാണ്. ചില വിഷയങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ധൃതി ഉണ്ടാകരുത്. ദൈവവുമായിട്ടുള്ള റിലേഷൻസിൽ എപ്പോഴും ധൃതി കുറഞ്ഞിരിക്കണം. ധൃതി, പരവേശം, കമ്പാരിസൺ, ഇതെല്ലാം ഉടമ്പടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. മറ്റുള്ളവരുടെ പാത്രത്തിട്ട് നോക്കി അവർക്കത് കിട്ടി, ഇത് കിട്ടി, ഞാൻ ദൈവത്തോട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ അവിടെ മുമ്പ് ചെറുതായി, കൊച്ചായി. ഇതിനൊക്കെ ദൈവം അഹങ്കാരികളെന്ന് പറയും. അഹങ്കാരി ഇത് ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ഇത് കമ്പാരിസൺ കുറക്കണം. ഒരിക്കലും ഒരു വ്യക്തിയുമായിട്ടും അത് കുറക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന സാധനമാണ് അഹങ്കാരം എന്നുള്ളത്. ഞാൻ ഒത്തിരി അഹങ്കാരിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട്. ദൈവം എന്തെങ്കിലും അവർക്കൊരു അഭിഷേകം കൊടുക്കണവരെ അവർ അഹങ്കാരത്തെ തുടരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം ആന്തരിക ബോധ്യമാണ്. എളിമയെന്ന് പറയണത് ഒരു റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് കിട്ടുന്ന സംഭവമല്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരിക മേഖലകളെ ദൈവം ഏറ്റെടുക്കും. അപ്പോഴാണ് പഴയതെല്ലാം കടന്നു പോണതും പുതിയത് വരണതും പുതിയ മനുഷ്യനാകണതും. ഉടമ്പടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലെ നിയോഗമെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഭൗതിക നിയോഗം അതിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതുപോലെ തന്നെയുണ്ട് ആധ്യാത്മിക നിയോഗം. സമ്പൂർണ്ണ ഉടമ്പടിയുടെ ഒരു പ്രയോക്താവാകണമെങ്കിൽ ഇപ്പോൾ ആധ്യാത്മിക നിയോഗം കൂടി. ആധ്യാത്മിക നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നമ്മളിൽ ശാന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടിച്ചു തള്ളി കയറി ബലപ്രയോഗം നടക്കത്തില്ല. മറിച്ച് ശാന്തതയുടെ ആത്മാവും അതുപോലെ തന്നെ സംയമനത്തിൻ്റെ ആത്മാവാണ്. അത് വെയിറ്റ് ചെയ്ത് നമ്മൾ പരുവപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് പുറത്ത് നിൽക്കും. അല്ലെങ്കിൽ അതിൻ്റെ പുൾസിങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരത്തില്ല. പരിശുദ്ധാത്മാവിന് പലതരത്തിലുള്ള ഘടകപ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ അനുഭവിക്കണമെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ABCD പ്രൈമറി ആയിട്ടുള്ള ഇടപെടലുകളാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഹൈസ്കൂളിംഗ് ഉണ്ട്, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കോളേജിംഗ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ കോളേജിംഗ് ഉണ്ട്. സെക്ഷൻസ് ഇങ്ങനെ വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ സമയവും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുമനസ്സിനെ സന്തോഷിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ സമർപ്പിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. സമർപ്പിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാകണം. കാര്യം സമർപ്പിപ്പോൾ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണ്, കുഞ്ഞിന് ഹൃദയത്തിന് ഹോളുണ്ടെന്ന് ഡോക്ടർ പറയുന്നു, ഓട്ടിസം ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഒന്നേ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് നിങ്ങൾ പറയും, ഡോക്ടർ പറയും ചിലപ്പോൾ.
അപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കും ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടിയെന്ന്. അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ആ 90% ടെർമിനേറ്റ് ചെയ്യുന്നത് കളയേണ്ടെന്നേക്കെ പറയത്തുള്ളൂ. അപ്പോൾ റിസ്ക് എല്ലാം ആടുക, എൻ്റെതും നിങ്ങളുടേതും ആകും. കാര്യം എന്നിലൂടെയാണല്ലോ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും ആ റിസ്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാര്യം എന്താണ്, ഇവരുടെ വയറ്റിലെ കുഞ്ഞ് ഓട്ടിസത്തിൻ്റെ കുഞ്ഞാണെന്ന് മെഡിക്കൽ സയൻസ് പറയുകയാണ്. അപ്പം മെഡിക്കൽ സയൻസാണ് അന്തിമ വാക്കെന്ന് ധരിക്കുന്നവർക്ക് ആ മെഡിക്കൽ സയൻസിൻ്റെ ആയിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത്. മെഡിക്കൽ സയൻസ് അല്ല അന്തിമ വാക്ക്, കർത്താവിൻ്റെ വചനമാണ് അന്തിമ വാക്കെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഫലമാണുള്ളത്. അതാണ് ബൈബിളിൻ്റെ ഒരു രീതി. അതാണ് പ്രവാചകനെ പ്രവാചകനെന്ന് വിളിക്കുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ബാബാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ. ബാബാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ മത്തായി 10:41. മത്തായിയുടെ സുവിശേഷം 10:41 വാക്യം. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അതായത് പ്രവാചകനെ നീതിമാനായിട്ട് കണക്കാക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കത്തില്ല. അതാ വിഷയം. നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നിങ്ങൾ ദൈവവചനത്തിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഞാൻ ഇവരുടെ ഹിസ്റ്ററി തിരക്കും. അപ്പം നിങ്ങളെ കുഞ്ഞിനെ ഇങ്ങനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉടനെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നേരത്തെ ജീവിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവോ? ദൈവവചനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യമുണ്ടോ? കർത്താവ് ഇങ്ങനൊരു വചനം പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, കീപ് ദ ചൈൽഡ്, കുഞ്ഞിനെ സൂക്ഷിക്കുക. കർത്താവ് ഇതിൻ്റെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവ് ഇതിനെ പരിഹരിച്ചിട്ട് നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും. എന്താണ്? അവൾക്ക് എൻ്റെ കഴിവുണ്ട്. കർത്താവിൻ്റെ വചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം. ഈ ദിവസങ്ങളിലെ സിമി ജോൺ എന്നും പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. സിമി ജോണിൻ്റെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമി ജോണിന് 6 പ്രാവശ്യം മറ്റേ OETക്ക് തോറ്റ്. 6 പ്രാവശ്യം OETക്ക് തോറ്റെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത തോൽവിയായി. ഇപ്പം 6 പ്രാവശ്യമൊക്കെ തോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിലരുടെ കോൺഫിഡൻസ് പോകും, ചിലരുടെ കോൺഫിഡൻസ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിരാശയുടെ വിഷയം കാണുന്നവർക്ക് കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കും. അല്ല, ഇത്രയും 6 പ്രാവശ്യം തോറ്റതല്ലേ, അത് തന്നെയാണ് എൻ്റെ ജയം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കർത്താവ് ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ, എൻ്റെ റിസൾട്ടിൽ മാറ്റമുണ്ടല്ലോ, പോസിറ്റീവായിട്ട് ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ 7ാമത്തെ പ്രാവശ്യം ജയിക്കും എന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് തോന്നിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കണതിൻ്റെ അടുത്ത്. അപ്പോൾ ഉടനെ അവർക്ക് പ്രത്യാശ ഉണ്ടാകും. അവർ സന്തോഷത്തോടെ വന്ന് 7ാം പ്രാവശ്യം എഴുതും. ഈ സിമി ജോണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുമില്ല, നിരാശയുമില്ല, ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആശ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകത്തില്ല, അവർക്ക് ന്യൂട്രൽ കേസ് ഉണ്ടാവും. പ്രത്യാശയുമില്ല, നിരാശയുമില്ല, പിന്നെന്താ ഉള്ളത്? ജീവിക്കണമെന്നുള്ള ആശ. ഞാൻ ഇത്രയും പൈസ ഇതിനത് ഇൻവെസ്റ്റ് ചെയ്തില്ല, 35 രൂപ വേണമല്ല OETക്ക് ഒരു പ്രാവശ്യം. അപ്പോൾ അവസാനം വന്നപ്പോൾ ഈ 7ാമത്തെ പരീക്ഷയുടെ സമയം വന്നപ്പോൾ ഇവർക്ക് ജലദോഷം, പനി, തൊണ്ടകാഴ്ച, ചുമ, അതങ്ങനെ ന്യൂമോണിയയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ അവൾക്ക് തോന്നി, സിമി ജോൺ നോക്കി, പരീക്ഷ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, കാര്യം ക്ഷീണമാണല്ലോ, രോഗമാണല്ലോ, എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ അവർ ഇതിൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, എനിക്ക് പാടില്ല, ഞാൻ കിടപ്പാണ്, എനിക്ക് 7ാമത്തെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തോന്നണില്ല, അപ്പോൾ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറയും. ഉടനെ അവർ പറയും എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല, 14,000 രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും. 15,000 രൂപ കെട്ടിവെക്കണമല്ലോ. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14,000 രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും. അപ്പോൾ അതോടുകൂടി പറഞ്ഞ് അവൾ ഭയങ്കര പാവപ്പെട്ട പെണ്ണാണ്, അതുകൊണ്ട് അത് പൈസ ഇല്ല, കാര്യം ഇത്രയും എഴുതിയില്ലേ, 35 രൂപ വെച്ച് 6 പ്രാവശ്യം ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും ആ 35 കൂടെ വേറെ ഒരു 15 എന്ന് പറയുമ്പോൾ 49,000 രൂപ വരും. അപ്പോൾ ആ പൈസ വീട്ടിലില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും? കർത്താവിനോട് പറയാം. അപ്പം അവളെ മാതാവിനോട് ഈ 6 പ്രാവശ്യം തോറ്റെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് പുതിയ കാലം അവസാനമായപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവുമായിട്ട് ഒരു ഡയലോഗിങ് കണ്ടീഷനിലൊക്കെ ആയിട്ടുണ്ട് ആൾ. അപ്പോൾ മാതാവിനോട് പറയും, അമ്മേ കാശില്ലല്ലോ, എനിക്ക് എഴുതാനും പറ്റത്തില്ല, എനിക്ക് കാശ്. ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് സെൽഫ് ഡയലോഗ് ഭയങ്കരമായിട്ട്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ബയലാട്ടർ ഉടമ്പടിയല്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലല്ലേ. അപ്പോൾ ഉടമ്പടി വിഷയത്തിന് മേലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അമ്മയോട് സംസാരിക്കാൻ ഒരു ഗ്രൗണ്ടുണ്ട്, ഗ്രിപ്പുണ്ട്. ആ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ദൈവസ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സൂപ്പറാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി പ്രകാരം ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഉടമ്പടി പ്രകാരം അവർ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, മെരിറ്റില്ല. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റി? പണ്ടേ മെരിറ്റില്ല, ഇപ്പം രോഗിയുമായി. അപ്പോൾ അവർക്ക് എഴുതാനും പറ്റുന്നില്ല. അമ്മയോട് ചോദിക്കും, അമ്മേ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അതിനുള്ള ആവതില്ല, പക്ഷേ പൈസ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല, കാരണം വീട്ടിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യും കേടാ. അപ്പം അതായത് ഇവൾ ഉടമ്പടിയിൽ ഉള്ളത് കൊണ്ടും ഉടമ്പടി അവൾ സത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നത് കൊണ്ടും അവൾക്ക് കമ്മ്യൂണിക്കബിളാണ്, ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, ഡയലോഗാണ്. ദൈവമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, ടെക് ദ ബെഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ഞാൻ പറയണ പോലെ പറഞ്ഞു, നീ വേദന എടുത്ത് നോക്കാൻ പറഞ്ഞു. നീ എന്ത് ചെയ്യുക? എൻ്റെ 14,000 രൂപ എക്സ്ട്രാ അടക്കാനില്ല, പരീക്ഷ എഴുതാനുള്ള ആരോഗ്യമില്ല, ബോലക്കേടായിട്ട് കിടക്കുകയാണ്, ശ്വാസം മുട്ടിയിരിക്കുകയാണ്, സംസാരിക്കാൻ പറ്റണില്ല, ശബ്ദം പുറത്തു വരുന്നില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സ്പീക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തൊണ്ടയ്ക്ക് നീര് കെട്ടിയിട്ട് മിണ്ടാൻ പറ്റാത്ത ആൾ എന്ത് സ്പീക്ക് ചെയ്യാനാണ്? അപ്പോൾ അത് നടക്കാത്തത് കൊണ്ടാണ് ഇവൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണത്. അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും വചനമെടുത്ത് നോക്കാൻ പറയും. വചനമെടുത്ത് നോക്കിയപ്പോൾ വചനമെടുത്ത് തുറക്കുകയും ഇവൾക്ക് കിട്ടിയത് ഐസയ 58:11 കിട്ടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യെശയ്യാ 58:11 യെശയ്യാ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പറഞ്ഞ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. അതാണ് സംഭവം. ഇവക്ക് പാടില്ല, കാശില്ല, സംസാരിക്കാൻ പറ്റണില്ല, രോഗമാണ്, കിടപ്പിലാണ്. ഇവളെ പിടിച്ച് നയിക്കേണ്ടി വരും ഇനി. അപ്പോൾ എന്താ അമ്മ പറയണത്? കർത്താവ് നിന്നെ പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. മരുഭൂമി എന്ന് പറഞ്ഞാരാ? നോബഡി. തണലില്ല, ഒരു മരം പോലും ഇല്ല. അപ്പോഴങ്ങനെയുള്ള സ്ഥലത്ത് മരുഭൂമി വിജനമായൊരു സ്ഥലമാണ്, ആരും സഹായിക്കുന്നില്ല. അപ്പോൾ മരുഭൂമിയിലും വിജനമായ സ്ഥലത്തും എന്താണ്? നിനക്ക് സമൃദ്ധി നൽകും. അതെ. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഇത് വചനം കേൾക്കുമ്പോഴേ ഈ സിമി ജോണിന് പ്രത്യേകിച്ച് അനോയിൻറ്റഡ് ആവും, പെട്ടെന്ന് അനോയിൻറ്റഡ് ആവും. അതാണ് ഈ വചനത്തിന് ഈ റീഡിങ് അനോയിൻമെൻ്റ് എന്ന സംഭവമുണ്ട്. നിങ്ങൾ ചുമ്മാ പേപ്പർ വായിക്കണ പോലെയും മണക്കുമാസ പുസ്തകം വായിക്കണ പോലെയും വചനം വായിച്ചിട്ടാണ് റീഡിങ് അനോയിൻമെൻ്റ് എന്ന് പറഞ്ഞ പവർ. കാര്യം ഇത് ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിലാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇതിൽ വായിക്കുമ്പോൾ തന്നെ ആ നമ്മുടെ ഫോർമാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫോർമാറ്റ് കറക്റ്റാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഇത് വായിക്കുമ്പോൾ
വായിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പവർ നമ്മളിലേക്ക് അടിക്കും. ഇപ്പോൾ സിമി ജോൺ പറയണത് ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഓക്കെ ആയി, പെടൽ കണ്ടിച്ചാൽ ഞാൻ എഴുതുമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. തീരുമാനം തന്നെ ഉണ്ട്. ആരുമില്ല, ഒരു അച്ഛനും ഇല്ല, കൗൺസിലറും ഇല്ല, ആരുമില്ല. കർത്താവ് അവളും മാത്രമേ ഉള്ളൂ. എന്താ ഇത്രയും കേട്ടപ്പോൾ എന്താണ്? മരുഭൂമിയിൽ ഞാൻ നിന്നെ സന്ധിക്കും. പിന്നെ എന്തൊക്കെയാണ് പറയണത്? കുറേ കാര്യം പറയുന്നുണ്ട്. എന്താണ്? വായിച്ചോളൂ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഇനി നിന്നെ പരീക്ഷ വരെ നിനക്ക് പാടില്ലല്ലോ, നിന്റെ മെറിറ്റ് എല്ലാം പോയി. സംസാരിക്കാൻ സ്പീക്കിങ്ങിനുള്ള ആളിന് സംസാരിക്കാൻ പോയി പറ്റണില്ല. അപ്പോൾ ആ ഒരവസ്ഥയായി. പിന്നെ എന്താണ്? ഇനി നയിക്കണത് ആരായിരിക്കും? കർത്താവ് നിന്നെ പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. നിരന്തരം കൈയടിക്കട്ടെ, ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എല്ലാ നന്ദി, ഹല്ലേലൂയ, അനുഭവ ഹല്ലേലൂയ. അവസ്ഥകളിലും യേശുവേ ഞങ്ങളെ സ്തുതി, കൈപിടിച്ച് ഹല്ലേലൂയ, നടത്തുന്ന ഹല്ലേലൂയ. നന്ദി പറയുന്നു.